छात्रों, आज हम कुमुद फूल बेचने वाली लड़की नामक कविता पढ़ेंगे। कविता का नाम क्या है? कुमुद फूल बेचने वाली लड़की। मलयालम के प्रसिद्ध कवि हैं ONV कुरुप। सुना है ONV कुरुप के बारे में? ONV कुरुप कौन है? मलयालम के प्रसिद्ध कवि हैं ONV कुरुप। उनका जन्म कहाँ हुआ था? केरल के കൊല്ലം ജില്ലേ में हुआ था। ONV കുറുപ്പ് നിങ്ങൾക്ക് അറിയാമല്ലോ. എവിടെ ജനിച്ചു? കേരളത്തിലെ കൊല്ലം എന്ന ജില്ലയിലാണ് ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ രചനകളാണ് ദാഹിക്കുന്ന പാനപാത്രം, മാറ്റുവിൻ ചട്ടങ്ങളെ, ഭൂമിക്കൊരു ചരമഗീതം. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ രചനകളാണ്, കാവ്യകൃതികളാണ്. ദാഹിക്കുന്ന പാനപാത്രം, മാറ്റുവിൻ ചട്ടങ്ങളെ, ഭൂമിക്കൊരു ചരമഗീതം ആദി ഉൻകെ പ്രമുഖ കാവ്യ സംഗ്രഹ് ഹെ. കാവ്യ സംഗ്രഹ് എന്ന് പറഞ്ഞാൽ എന്താ? കവിതാ സമാഹാരം. അപ്പം ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരങ്ങളാണ്. ഉനേം ഭാരതീയ ജ്ഞാനപീഠ പുരസ്കാർ മിലാ ഹെ. ഉനേം ഭാരതീയ ജ്ഞാനപീഠ പുരസ്കാർ. അതെന്താ ജ്ഞാനപീഠ പുരസ്കാർ? സാഹിത്യത്തിന് കൊടുക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ പുരസ്കാരമാണ്, അവാർഡാണ് ഇതെന്ന് ജ്ഞാനപീഠ പുരസ്കാർ. അപ്പം ഭാരതത്തിലെ ജ്ഞാനപീഠ പുരസ്കാർ ഇദ്ദേഹത്തിനു ലഭിച്ചിട്ടുണ്ട്. ഉൻകി ഏക് പ്രമുഖ കവിത ഹെ ആമ്പൽപ്പൂ വിൽക്കുന്ന പെൺകുട്ടി. ONV കുറുപ്പിൻ്റെ ഒരു ചെറിയ കവിതയാണ്, പ്രസിദ്ധമായ ഒരു കവിതയാണ് ആമ്പൽപ്പൂ വിൽക്കുന്ന പെൺകുട്ടി. ഇതൊരു മലയാളം കവിതയാണ്. മലയാളം കവിയാണല്ലോ ONV കുറുപ്പ്. അതുപോലെ തന്നെ മലയാളം കവിതയാണ് ആമ്പൽപ്പൂ വിൽക്കുന്ന പെൺകുട്ടി. ഇസ് കവിത കാ ഹിന്ദി അനുവാദ് ഹെ കുമുദ് ഫൂൽ ബേച്ചനെ വാലി ലड़की. इस कविता का हिंदी अनुवाद है. अनुवाद क्या है? अनुवाद ട്രാൻസ്ലേഷൻ, വിവർത്തനം. ഈ കവിതയുടെ വിവർത്തനമാണ്, ഹിന്ദിയിൽ ചെയ്തിരിക്കുന്നതാണ് കുമുദ് ഫൂൽ ബേച്ചനെ വാലി ലड़की എന്ന് പറഞ്ഞിരിക്കുന്ന ഈ കവിത. ഇനി ഇത് ആരാണ് ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് എന്നറിയാമോ? കിസ്നെ ഹിന്ദി അനുവാദ് കിയാ ഹെ? ഇസ് കവിത കാ ഹിന്ദി അനുവാദ് കിസ്നെ കിയാ ഹെ? डॉक्टर S तंगमणि अम्मा ने किया है. इस कविता का अनुवाद डॉक्टर S तंगमणि अम्मा ने किया है. उनका जन्म भी तिरुवनंतपुरम जिले में हुआ था. वे मलयाली हैं, फिर भी हिंदी की प्रसिद्ध लेखिका और अनुवादिका भी हैं. अनुवाद करने वाली എന്നാണ് അർത്ഥം. അനുവാദിക भी हैं. क्या आपने രവീന്ദ്രനാഥ ടാഗോർ के बारे में सुना है? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? രവീന്ദ്രനാഥ ടാഗോർ കേട്ടിട്ടുണ്ടോ? ആരാണ്? ബംഗാളി കവിയാണ് അല്ലേ? ബംഗാളിൽ ജനിച്ച കവിയാണ് രവീന്ദ്രനാഥ ടാഗോർ. രവീന്ദ്രനാഥ ടാഗോർ कौन है? രവീന്ദ്രനാഥ ടാഗോർ एक बंगाली कवि हैं. बंगाल के कोलकाता में उनका जन्म हुआ है. स्वामी विवेकानंद सुना है आपने? उनका जन्म भी बंगाल में हुआ है. और उनके गुरु हैं रामकृष्ण परमहंस. उनका जन्म भी बंगाल में हुआ है. रविंद्रनाथ टैगोर की उत्कृष्ट कविता है, उत्कृष्ट कृति है गीतांजलि. क्या सुना है? गीतांजलि. गीतांजलि की रचना बंगाली भाषा में हुई है. ഏതു ഭാഷയിലാണ് രചിച്ചിട്ടുള്ളത്? ബംഗാളി ഭാഷയിലാണ് ഗീതാഞ്ജലി രചിച്ചിട്ടുള്ളത്. 1913 में गीतांजलि को നോബൽ പ്രൈസ് मिला है. 1913 ഗീതാഞ്ജലി എന്ന് പറഞ്ഞ കൃതിക്ക് നോബൽ പ്രൈസ് ലഭിച്ചിട്ടുമുണ്ട്. വേറൊരു രചനയാണ് ജനഗണമന. ജനഗണമന എന്ന രചന നടത്തിയിരിക്കുന്നത് രവീന്ദ്രനാഥ ടാഗോർ തന്നെയാണ്.
बाद में टागोर ने गीതാഞ്ജലി का अनुवाद अंग्रेजी में किया. കുറച്ച് കാലത്തിന് ശേഷം രവീന്ദ്രനാഥ ടാഗോർ തന്നെ ഈ ഗീതാഞ്ജലി എന്ന് പറഞ്ഞ രചനയെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. हिंदी में और अन्य भारतीय भाषाओं में भी उसका अनुवाद हुआ. ഹിന്ദി മാത്രമല്ല മറ്റു ഭാരതീയ ഭാഷകളിലും പല ഭാരതീയ ഭാഷകളിലും ആ ഗീതാഞ്ജലി എന്ന് പറഞ്ഞ രചനയെ കൃതിയെ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പ്രസിദ്ധമായ ഒരു രചനയാണ് ഗീതാഞ്ജലി എന്നുള്ളത്. പൂരേ വിശ്വമേ ഉസ്കി കീർത്തി ഫൈൽ ഗയി. ലോകത്തിൽ എല്ലായിടത്തും ഈ ഒരു രചനയുടെ പ്രസിദ്ധി എത്തിക്കഴിഞ്ഞു. उसके बाद अनुवाद करने से दूसरे भाषाभाषी भी इस साहित्य रचना को पढ़ सकते हैं और समझ सकते हैं. इस प्रकार अनुवाद करने से क्या फ़ायदा है? अनुवाद करने से क्या फ़ायदा है? ഇങ്ങനെ വിവർത്തനം ചെയ്യുന്നത് കൊണ്ട് എന്താ പ്രയോജനം? एक भाषाभाषी लोग दूसरे भाषा में रचित कृतियों को समझ सकते हैं और इसका आस्वादन कर सकते हैं. ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് കൊണ്ട് എന്താ പ്രയോജനം? ഒരു ഭാഷയിൽ എഴുതിയ കൃതിയെ മറ്റൊരു ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുന്നത് കൊണ്ട് മറ്റുള്ള ഭാഷക്കാർക്കും ഈ ഒരു രചനയെ വായിക്കാനും മനസ്സിലാക്കാനും ഒക്കെ സാധിക്കുന്നു. ഇതുപോലെ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഗീതാഞ്ജലി എന്ന രചനയെ എന്ത് ചെയ്തിട്ടുണ്ട്? പല ഇന്ത്യൻ ഭാഷകളിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യൻ ഭാഷകളിലേക്കും വിദേശ ഭാഷകളിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്തു. ഒറിജിനലായിട്ടും ഇത് ബംഗാളി ഭാഷയിലാണ് രചിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന ONV കുറുപ്പിൻ്റെ കവിതയാണ് ആമ്പൽപ്പൂ വിൽക്കുന്ന പെൺകുട്ടി. ONV കുറുപ്പിൻ്റെ കവിതയാണ് ആമ്പൽപ്പൂ വിൽക്കുന്ന പെൺകുട്ടി. അതിനെ ഡോക്ടർ S തങ്കമണി അമ്മ എന്തു ചെയ്തു? ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. ONV കുറുപ്പിൻ്റെ കവിതയെ തങ്കമണി അമ്മ ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. അപ്പം മലയാളത്തിൽ കവിതയുടെ പേരാണ് ആമ്പൽപ്പൂ വിൽക്കുന്ന പെൺകുട്ടി. അത് ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടപ്പോൾ കുമുദ് ഫൂൽ ബേച്ച്നെ വാലി ലഡ്കി എന്നതായി പേര്. ONV കുറുപ്പ് एक बार गोवा के प्रसिद्ध मंगेश मंदिर गए. ONV കുറുപ്പ് എവിടെ പോയി? ഒരു പ്രാവശ്യം ഗോവയിലെ ശ്രീ मंगेश मंदिर അവിടത്തേക്ക് പോയി. वहाँ की एक घटना के आधार पर यह कविता लिखी गई है. അവിടെ കണ്ടിരുന്ന ഒരു സംഭവം, അവിടെ ഉണ്ടായിരുന്ന ഒരു സംഭവത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ രചന, ഈ കൃതി എഴുതിയിരിക്കുന്നത്. ഇവിടെ കണ്ട ദൃശ്യങ്ങളാണ് ഗോവയിലെ പ്രസിദ്ധമായ ശ്രീ मंगेश മന്ദിറിൽ കണ്ട കാര്യങ്ങളാണ് ONV കുറുപ്പ് തൻ്റെ കവിതയിൽ വിഷയമാക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് കവിത നോക്കാം. कुमुद फूल बेचने वाली लड़की. कविता का नाम है कुमुद फूल बेचने वाली लड़की. ഇത് ആരാണ് ഈ പേരിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുന്നത്? ഡോക്ടർ തങ്കമണി അമ്മ, ഡോക്ടർ S തങ്കമണി അമ്മ. അവരാണ് ONV കുറുപ്പിൻ്റെ കവിതയെ ഹിന്ദിയിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുന്നത്. कविता का नाम है कुमुद फूल बेचने वाली लड़की. कुमुद फूल क्या है? कुमुद फूल ആമ്പൽ പൂവ്. ആമ്പൽ പൂവ്, വെള്ളത്തിൽ കാണുന്ന താമര പോലെ വെള്ളത്തിലുണ്ടാകുന്ന പൂവാണ് ആമ്പൽ പൂവ്. കുമുദ് ഫൂൽ ബേച്ചിനെ വാലി ലഡ്കി. ബേച്ചിന ക്യാ ഹെ? ബേച്ചിന വിൽക്കുക. ബേച്ചിന വിൽക്കുക. ബേച്ചിനെ വാലി ഏക് ലഡ്കി ഹെ. ഇവിടെ ഒരു പെൺകുട്ടിയാണ് അല്ലേ? പെൺകുട്ടി എന്തു ചെയ്യുന്നവളാണ്? ആമ്പൽ പൂ വിൽക്കുന്ന ഒരു പെൺകുട്ടി എന്നതാണ് ഹെഡിങ്, ശീർഷക്. ശീർഷക് കാ നാം ഹെ കുമുദ് ഫൂൽ ബേച്ചിനെ വാലി ലഡ്കി. ആമ്പൽ പൂ വിൽക്കുന്ന പെൺകുട്ടി. കവിത കേൾക്കുക. പുരാന ദേവാലയ ഉസ്കെ നികട് ഹെ കുമുദ് സരോവർ. रास्ते में पूजा द्रव्य बेचने वालों के कितने ही दल. इधर इष्ट देव का इष्ट नैवेद्य है कुमुद फूल.
मार्गदर्शी ज्योम योम कहकर किसी कोने में मृद जलसांप ज्योम लड़के लंबे डंडलों के छोरों पर खिले सफ़ेद कुमुद फूल बेचने वालियाँ मेरे हाथ से मेरे समुख आकर बोली कोई लड़की मुरझाए फूल की डंडल ज्यों। देखिए, पुराना देवालय। देवालय शब्द का अर्थ क्या है? देवालय, मंदिर। देवालय शब्द का अर्थ है मंदिर। अगला शब्द है सरोवर। सरोवर अर्थ क्या है? തടാകം, ലേക്ക് അല്ലെങ്കിൽ കുളം. പൂജാദ്രവ്യ, പൂജാസാമഗ്രികൾ. പൂജാദ്രവ്യ, പൂജാസാമഗ്രികൾ. ബേച്ന, വിൽക്കുക. ദൾ, കൂട്ടം. മാർഗദർശി, വഴികാട്ടി. मृद जलसांप. जलसांप शब्द का अर्थ है नीर नागम. मृद जलसांप ചത്ത നീർനാഗം. ലട്ടക്കിന, തൂങ്ങുക. ഡണ്ടൽ, സ്റ്റം, തണ്ട്. ലംബ, നീളമുള്ള. ചോർ, അറ്റം. ഖിൽന, വിരിയുക. ശ്വേത്, സഫേദ്, വെള്ള. സമ്മുഖ് के सामने. മുർജായ ഫൂൽ, വാടിയ പൂവ് എന്നതാണ് അപരിചിതമായ വാക്കുകൾ. ഇനി കവിതയുടെ ആശയമെന്ന് നോക്കാം. പുരാന देवालय. एक पुराना देवालय है. कवि कहाँ गए हैं? ONV कुरूप कहाँ गए हैं? गोवा के श्री मंगेश मंदिर गए हैं. वह एक पुराना देवालय है. അത് എങ്ങനെയുള്ളൊരു ദേവാലയമാണ്? പുരാന ദേവാലയ, ഒരു പഴയ ദേവാലയമാണ്, ഒരു പഴയ ക്ഷേത്രമാണ്. ഉസ്കെ നിക്കട് ഹേ കുമുദ് സരോവർ. ഉസ്കെ നിക്കട്. നിക്കട് ശബ്ദ का अर्थ है പാസ്, അടുത്ത്. അതിനടുത്ത്, ദേവാലയത്തിനടുത്ത് എന്താണുള്ളത്? एक കുമുദ് സരോവർ ഹേ. ആമ്പൽപ്പൂവിൻ്റെ ഒരു തടാകമുണ്ട്. ആമ്പൽപ്പൂവിൻ്റെ ഒരു തടാകമുണ്ട്. അപ്പം കുമുദ് സരോവർ ക്യാ ഹേ? ആമ്പൽപ്പൂവിൻ്റെ തടാകം അല്ലെങ്കിൽ ആമ്പൽക്കുളം. ആമ്പൽക്കുളം എന്ന് പറയാം. पुराना देवालय है. देवालय के पास क्या है? एक कुमुद सरोवर है. देवालय के पास एक कुमुद सरोवर है. रास्ते में. रास्ता शब्द का अर्थ है वഴി. रास्ते में पूजा द्रव्य बेचने वालों के कितने ही दल हैं. क्या है? दल क्या है? കൂട്ടം. അവിടെ നമ്മൾ എന്താ കാണുന്നത്? രാസ്തേമേം, വഴിയിൽ പൂജാ സാമഗ്രികൾ വിൽക്കുന്നവരുടെ കൂട്ടങ്ങൾ കാണാം. കുറേ ആളുകൾ എന്ത് ചെയ്യുകയാണ്? പൂജാ സാമഗ്രികൾ വിൽക്കുകയാണ്. ആ പോകുന്ന വഴിയിൽ, മന്ദിറിന്, ക്ഷേത്രത്തിന് മുമ്പിലുള്ള വഴിയിൽ ആളുകൾ പല പല പൂജാ വസ്തുക്കളും പൂജാ സാമഗ്രികളും വിൽക്കുകയാണ്. ഇധർ ഇഷ്ടദേവ് കാ ഇഷ്ട നൈവേദ്യ ഹേ കുമുദ് ഫൂൽ. അവർ ഇങ്ങനെ പറയുന്നു. എന്തു പറയുകയാണ്? ഇധർ ഇഷ്ടദേവ് കാ ഇഷ്ട നൈവേദ്യ ഹേ കുമുദ് ഫൂൽ. നൈവേദ്യ എന്ന് പറഞ്ഞാൽ നിവേദ്യം. ഈ ക്ഷേത്രത്തിൽ അർപ്പിക്കുവാനുള്ള, ദൈവത്തിന് അർപ്പിക്കുവാനുള്ള നിവേദ്യമാണ് കുമുദ് ഫൂൽ. അവിടെ ക്ഷേത്രത്തിൽ ആളുകൾ അർപ്പിക്കുന്നത് എന്താണ്? ചില ആളുകൾ കുമുദ് ഫൂൽ അർപ്പിക്കുന്നു. ചില മന്ദിറിൽ നമ്മൾ കാണാം ബത്തി അർപ്പിക്കും. മറ്റു ചില സ്ഥലങ്ങളിൽ എണ്ണ, വെളിച്ചെണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അർപ്പിക്കുന്നത് കാണാം. അതുപോലെ ഇവിടെ ഈ ക്ഷേത്രത്തിൽ അർപ്പിക്കുന്ന വസ്തുവാണ് കുമുദ് ഫൂൽ, ആമ്പൽ പൂവ്. മാർഗദർശി യോം. മാർഗദർശി ജ്യോം, മാർഗദർശിയെ പോലെ. മാർഗദർശി का अर्थ है വഴികാട്ടി.
വഴികാട്ടിയെപ്പോലെ ക്ഷേത്രത്തിനടുത്ത് കുറേ ആളുകൾ ഇങ്ങനെ വിൽപ്പനക്കാരാണ്. അവർ ഇങ്ങനെ വിളിച്ചു പറയുകയാണ്, ഇതർ ഇഷ്ടദേവ് കാ ഇഷ്ട നൈവേദ്യ ഹേ കുമുദ് ഫൂൽ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വഴികാട്ടിയെപ്പോലെ അവിടെ കുറേ ആളുകൾ നിൽക്കുകയാണ്. യൂം കഹ്കർ കിസി കോനേമേ, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കുറേ ആളുകൾ ആ ക്ഷേത്രത്തിൻ്റെ വഴിയിൽ നിൽക്കുന്നുണ്ട്. മൃത ജലസാമ്പ് ജ്യോം, मृत जल सांप ज्योम। ज्योम शब्द का अर्थ है इस प्रकार, जिस प्रकार मृद सांप है, मृद जल सांप है। जल सांप अर्थ है നീർനാഗം, ചത്ത നീർനാഗം പോലെ. ജ്യോം എന്ന് പറഞ്ഞാൽ ജിസ് പ്രകാർ, ഏതുപോലെയാണോ ചത്ത നീർനാഗം തൂങ്ങിക്കിടക്കുക അതുപോലെ. लड़के लंबे डंडलों के छोरों पर खिले सफ़ेद कुमुद फूल बेचने वालियाँ। यहाँ बेचने वालियाँ अनेक लड़कियाँ हैं, बेचने वाली अनेक लड़कियाँ हैं। वे क्या बेचती हैं? सफ़ेद कुमुद फूल बेचती हैं। उनके हाथ में क्या है? सफ़ेद कुमुद फूल है। मृद जलसांब के समान, मृद जलसांब के समान लंबे डंडलों के छोर पर खिले सफ़ेद कुमुद फूल बेच रही है। ये लड़कियां क्या बेच रही हैं? कुमुद फूल बेच रही हैं। कुमुद फूल देखने में कैसे हैं? मृद जलसांब के समान लड़कियों के हाथ में लटक रहे हैं। ये फूल लड़कियों के हाथ में लटक रहे हैं। किस प्रकार है वो? मृत जलसांब के समान है। लंबे डंडलों के छोरों पर, നീളമുള്ള തണ്ടിൻ്റെ അറ്റത്ത് വിരിഞ്ഞ വെള്ള നിറത്തിലുള്ള കുമുദ് ഫൂൽ, ആമ്പൽ പൂവ് വിൽക്കുന്ന പെൺകുട്ടികളാണ് ആ വഴിയിലൊക്കെ നമ്മൾ കാണുന്നത്. അവർ വിളിച്ചു പറയുകയാണ്. എന്ത് വിളിച്ചു പറയുന്നു? മേരെ ഹാത്ത് സേ, മേരെ ഹാത്ത് സേ, रास्ते से जाने वालों से ये लड़कियां कहती हैं मेरे हाथ से, मेरे हाथ से। इस प्रकार जाने वालों से लड़कियां इस प्रकार कहती हैं. ഇങ്ങനെ പോകുന്നവരോട് പെൺകുട്ടികൾ ഇതുപോലെയാണ്, എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൂ, എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. मेरे समुख आकर बोली कोई लड़की मुरझाए फूल की डंडल ज्यों। मेरे समुख, समुख शब्द का अर्थ है सामने। मेरे सामने आकर बोली एक लड़की, एक लड़की मेरे सामने आकर बोली, എൻ്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു. അവളെ കാണുമ്പോൾ ഏതുപോലെയുണ്ട്? മുർജായെ ഫൂൽ കി ഡണ്ടൽ ജ്യോം. ഇപ്രകാരം ആണ് ആ പെൺകുട്ടിയെ കണ്ടപ്പോൾ എങ്ങനെയിരിക്കുന്നു? മുർജായെ ഫൂൽ കി ഡണ്ടൽ ജ്യോം, വാടിയ പൂവിൻ്റെ തണ്ട് പോലെ ഇരിക്കുകയാണ് ആ പെൺകുട്ടി. അവളും ക്ഷീണിതയാണ്. വാടിയ പൂവിൻ്റെ തണ്ട് പോലെ ഇരിക്കുന്നു, വാടിയിരിക്കുകയാണ് ആ പെൺകുട്ടിയും. അതിനുശേഷം കവി എന്ത് ചെയ്തു എന്ന് നോക്കാം. ദീന സ്വരമേം प्रार्थना करती उसके हाथों में रख दिया मैंने एक छोटा सिक्का फूल का दाम। मेरी ओर बढ़ाते फूल और उसके मुखड़े दोनों को देखा मैंने, हाय मुरझा रहे दो सुरम्य सुकोमल रूप। हे फूल तू अन्य है इस छोटी बहन के लिए, इससे बढ़कर पुण्य भला क्या है, तुझे चढ़ाकर भला अब क्या पाऊँ मैं, खाली हाथ आगे बढ़ जाता हूँ मैं, मेरे हाथ से का दीन स्वर धीमा होता जाता है। दीन स्वर, दीन स्वर दयनीयമായ സ്വരം. പ്രാർത്ഥന കർണ അപേക്ഷിക്കുക, റിക്വസ്റ്റ് ചെയ്യുക. സിക്ക, സിക്ക ശബ്ദ का अर्थ है കോയിൻ, നാണയം. ദാം വില. മുഖടേ,
मुखड़े चेहरा, मुखड़ा शब्द का अर्थ है चेहरा। चढ़ाना, चढ़ाना अर्पिക്കുക, चढ़ाना अर्पिക്കുക। धीमा होता जाता है, धीमा होना പതുക്കെ പതുക്കെ ആവുക, നേർത്തു വരിക। ബാക്കി ഭാഗം കൂടി നോക്കാം. दीन स्वर में प्रार्थना करती उसके हाथों में रख दिया मैंने एक छोटा सिक्का फूलों का दाम। कवि ने क्या किया? कवि ने दीन स्वर में प्रार्थना करती हुई उस लड़की के हाथों में एक सिक्का, एक छोटा सिक्का रख दिया. എന്താണ് കൊടുത്തത്? ഇങ്ങനെ ദയനീയമായ സ്വരത്തിൽ അപേക്ഷിച്ചു കൊണ്ടിരിക്കുന്ന പെൺകുട്ടിയുടെ കൈകളിൽ ഒരു ചെറിയ നാണയം വെച്ചു കൊടുത്തു. ഏത് രൂപത്തിൽ? ഫൂൽ കാ ദാം, ദാം അർത്ഥ ഹേ വില, പുഷ്പത്തിൻ്റെ വില എന്ന രൂപത്തിൽ ഒരു ചെറിയ നാണയം അവളുടെ കയ്യിൽ വെച്ചു കൊടുത്തു. मेरी ओर बढ़ाते फूल उसके मुखड़े दोनों को देखा मैंने उस समय उसका मेरी ओर बढ़ाते फूल और उसके चेहरे को देखा. എൻ്റെ അടുത്തേക്ക് നീട്ടിയ പൂവിനെയും കണ്ടു, അതുപോലെ തന്നെ അവളുടെ ആ വാടിയ മുഖവും കണ്ടു. കവി അപ്പോൾ പറയുകയാണ്, എൻ്റെ മുമ്പിലേക്ക് നീട്ടിയ ആ പൂവും അതുപോലെ തന്നെ അവളുടെ ചെഹര, മുഖം രണ്ടും ഒരുപോലെ വാടിയിരിക്കുന്നു, രണ്ടും ഞാൻ കണ്ടു. ഹായ് മുർജാ രഹേ ദോ സുരമ്യ സുകോമൽ രൂപ്. ഹായ് കഷ്ടം തന്നെയാണ്, മുർജാ രഹേഹം വാടിയിരിക്കുകയാണ്, ദോ സുരമ്യ സുകോമൽ രൂപ്. ഇവിടെ രണ്ട് കോമളമായ രൂപങ്ങളും, സുന്ദറാണ്, ഭംഗിയുള്ളതാണ്, എന്നാലും ഈ രണ്ട് കോമളമായ രൂപങ്ങളും വാടിയിരിക്കുകയാണ്. ഏതൊക്കെയാണ് സുകോമൽ രൂപ്? ഒന്ന് എൻ്റെ മുമ്പിലേക്ക് നീട്ടിയ പൂവ്, രണ്ടാമത്തത് അവളുടെ മുഖം. ഈ രണ്ട് രൂപങ്ങളും വാടിയിരിക്കുകയാണ്, സുന്ദറാണ്. ദേഖിനെ മേ സുന്ദർ ഹേ, ആകർഷക ഹേ, ലേക്കിൻ മുർജാ രഹേ ഹേ. അടുത്തത് കവി പറയുകയാണ്, ഹേ ഫൂൽ, പുഷ്പത്തോട് പറയുകയാണ്, ഹേ ഫൂൽ തു അന്ന ഹേ ഇസ് ഛോട്ടി ബഹിൻ കെ ലിയേ. പുഷ്പത്തോട് എന്തു പറയുകയാണ് കവി? ഹേ ഫൂൽ തു അന്ന ഹേ, നീ ആണ് ഈ ലടുക്കിയുടെ, ഈ പെൺകുട്ടിയുടെ അന്നമാണ്, ഭക്ഷണമാണ്, അവളുടെ ഉപജീവനം കഴിച്ചു കൂട്ടുവാനുള്ള മാർഗമാണ് നീ. ഇസ് ഛോട്ടി ബഹിൻ കെ ലിയേ, ഈ ചെറിയ സഹോദരിയുടെ ഉപജീവന മാർഗമാണ് നീ. ഇസ്സേ ബഡ്കർ പുണ്യ ഭല ക്യാ ഹേ, യേ അച്ഛാ കർമ്മ ഹേ, അച്ഛാ കർമ്മ ഹേ, പുണ്യകർമ്മ ഹേ. ഇസ്സേ ബഡ്കർ പുണ്യകർമ്മ കുച്ച് ഭീ നഹീ ഹേ. ഇത് വേറെ ഒന്നും തന്നെയില്ല, ഇത് തന്നെയാണ് ഏറ്റവും വലിയ പുണ്യകർമ്മം. എന്തെന്നാണ് പറഞ്ഞിരിക്കുന്നത്? പുഷ്പം വിറ്റിട്ടാണ് അവൾ ജീവിതം കഴിച്ചു കൂട്ടുന്നത്. അപ്പം അവളുടെ ജീവിതത്തെ ധന്യമാക്കുന്നത്, പുണ്യമാക്കുന്നത് ഏത് പ്രവൃത്തിയിലൂടെയാണ്? ഈ പുഷ്പം തന്നെയാണ് അവളുടെ ജീവിതത്തെ പുണ്യകർമ്മമാക്കിയിട്ട് മാറ്റുന്നത്. തുജേ ചढ़ाकर ഭലാ അബ് ക്യാ പാവും മേം, ഇസ്സേ ബഡ്കർ പുണ്യ ഭലാ ക്യാ ഹേ. നീ ചെയ്യുന്ന പ്രവൃത്തി എങ്ങനെയാണ്? നല്ലൊരു പ്രവൃത്തിയാണ്, പുണ്യകർമ്മമാണ് പുഷ്പമേ നീ ചെയ്യുന്നത്. തുജേ ചढ़ाकर ഭല അബ് ക്യാ പാവും, നിന്നെ അർപ്പിച്ചിട്ട്, നിന്നെ മന്ദിറിൽ കൊണ്ട് അർപ്പിച്ചിട്ട് ഞാൻ എന്ത് നേടാനാണ്? അതുകൊണ്ട് കവി ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? പുഷ്പം വാങ്ങിച്ചിട്ടില്ല, ഈ പൂവിൻ്റെ പൈസയായിക്കൊണ്ട്, വിലയായിക്കൊണ്ട് ഞാൻ 1 രൂപ നാണയം അവളുടെ കയ്യിൽ കൊടുത്തു. അവളുടെ ജീവിതം കഴിച്ചു കൂട്ടുവാനുള്ള മാർഗമാണ് അത്. खाली हाथ आगे बढ़ जाता हूँ मैं, मेरे हाथ से का दीन स्वर धीमा होता जाता है. കവി അതിനുശേഷം എന്ത് ചെയ്യുകയാണ്? ഖാലി ഹാത്ത് സേ ആഗേ കി ഓർ ബഡ് ജാത്താ ഹെ. കവി ആഗേ ബഡ് ജാത്താ ഹെ, കവി മുമ്പോട്ട് നടന്നു പോവുകയാണ്.
खाली हाथ से, हाथ खाली है, हाथ में कुछ भी नहीं है, फूल नहीं है. പുഷ്പം വാങ്ങിച്ചിട്ടില്ല. അതുകൊണ്ട് ഖാലി ഹാത്തുമായിട്ട് മുമ്പോട്ട് നടന്നു നീങ്ങുകയാണ്. മേരേ ഹാത്ത് സേ ഇങ്ങനെയുള്ള ഈ ദയനീയമായ ശബ്ദം പതുക്കെ പതുക്കെ നേർത്തു വരികയാണ്. അതായത് കവി ആ പെൺകുട്ടിയുടെ അടുത്തു നിന്നും ദൂരെ എത്തിക്കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ശബ്ദം കേൾക്കുന്നത് എങ്ങനെയാ? പതുക്കെ നേർത്ത ശബ്ദമായിട്ട് അവൾ പറയുന്നത് ഇപ്പോഴും കവിയുടെ ചെവിയിൽ അലയടിച്ച് എത്തുന്നു. അപ്പോൾ കവിതയിൽ കവി പറഞ്ഞിരിക്കുന്നത് എന്താ? ONV കുറുപ്പ് ഗോവയിലെ ക്ഷേത്രത്തിൽ പോയപ്പോൾ കണ്ട കാര്യങ്ങളെയാണ് ഈ കവിതയിൽ വർണ്ണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആ പെൺകുട്ടിയുടെ ദയനീയമായ അവസ്ഥ ആണ് ഈ കവിതയിൽ വർണ്ണിച്ചിരിക്കുന്നത്. പിന്നീട് നമ്മൾ എന്താ കണ്ടത്? കവി ഒരു രൂപ നാണയം എടുത്ത് അവളുടെ കൈവെള്ളയിൽ വെച്ചു കൊടുക്കുന്നു. അവൾക്ക് ജീവിതം കഴിച്ചു കൂട്ടുവാനുള്ള മാർഗമായിക്കൊണ്ട്. ഗരീബോം കി അവസ്ഥ ഇസി പ്രകാർ ഹേ, പാവപ്പെട്ടവൻ്റെ സ്ഥിതി ഇങ്ങനെയാണ് അല്ലേ? നമ്മൾ കാണുന്നത് ഫൂൽ വിറ്റിട്ട് വേണം, പുഷ്പം വിറ്റിട്ട് വേണം അവൾക്ക് ജീവിതം കഴിച്ചു കൂട്ടുവാൻ വേണ്ടി. ഇവിടെ പൈസ കൊടുത്തിട്ട് മുമ്പോട്ട് പോകുന്ന ഭക്തൻ, ആ ഭക്തനാണ് നമ്മുടെ കവി ONV കുറുപ്പ്. അതിലൂടെ നമ്മൾ അദ്ദേഹത്തിൻ്റെ മനുഷ്യത്വത്തെയാണ് കാണാൻ പറ്റിയിരിക്കുന്നത്. മനുഷ്യനായിക്കൊണ്ട് മറ്റൊരു മനുഷ്യനോട് മനുഷ്യത്വം കാണിക്കുക, അതാണ് യഥാർത്ഥ മനുഷ്യൻ. ഈ കവിതയിലും കവി ONV കുറുപ്പ് ചെയ്തിരിക്കുന്നത് ആ പെൺകുട്ടിയോട് മനുഷ്യത്വം കാണിച്ചു എന്നതാണ്. അതുകൊണ്ട് നമ്മുടെ പാവപ്പെട്ട ആളുകളുടെ സ്ഥിതി കണ്ടിട്ട് കവിക്ക് ഭയങ്കര സങ്കടമുണ്ടാവുകയും അവളുടെ അവസ്ഥയെ ഇല്ലാതാക്കുവാൻ വേണ്ടി, ആ ദയനീയമായ അവസ്ഥയെ ദൂരീകരിക്കുവാൻ വേണ്ടിയാണ് കവി ഈ കവിതയിലൂടെ ശ്രമിച്ചിരിക്കുന്നത്.